പ്രഭാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡുമായി നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏട്ട കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് നന്നായിട്ട് കുടംപുളിയൊക്കെ ചേർത്ത് നല്ല എരിയൊക്കെ ഇട്ട് കുക്കറിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ലൊരു കറിയാണ്. 1/2 കിലോയോളം ഏട്ട നന്നാക്കി എടുത്തിട്ടുള്ളതാണിത്. കുടംപുളി അല്പം വെള്ളത്തിലിട്ട് ആ വെള്ളവും പുളിയും കൊണ്ട് എണ്ണ, ഇത്രയും ചുവന്നുള്ളിയാണ് വേണ്ടത്. നമുക്ക് ചുവന്നുള്ളി ഒരു 100 ഗ്രാം ചുവന്നുള്ളി ചതച്ചതാണ്. ഒരു തക്കാളിയുടെ പകുതി മതി നമുക്ക് ഇതുപോലെ അരിഞ്ഞത്. പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് കുക്കറിലാണ് നമ്മൾ പെട്ടെന്ന് പാകം ചെയ്തെടുക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വെച്ച കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഏകദേശം പരന്നൊരു കുക്കർ തന്നെയാണ് നമുക്ക് ഇതിന് ആവശ്യം. ഇതിനകത്തേക്ക് നമ്മൾ ഒരു 3 സ്പൂണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കും. ചതച്ച ഉള്ളിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ കുളന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക്, അല്പം വേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം വാട്ടിയെടുക്കും. നന്നായിട്ട് ഉപ്പിടണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. ഇതിലേക്ക് നമുക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഉള്ളി ഏതാണ്ട് നമ്മൾ പകുതി ഏതാണ്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഒരു തക്കാളിയുടെ പകുതി മതി. നമുക്ക് കുടംപുളി ചേർക്കുന്നുണ്ട് നമ്മൾ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി വേണം നമുക്കിതിന്. 1 സ്പൂണ് മല്ലിപ്പൊടി. എരിവിന് നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എങ്കിലും മുളക് പൊടി 1 സ്പൂണ് വേണം. 1/2 കിലോ മീനുണ്ട്. മതി. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ ഇതിലേക്ക് കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു. ഉപ്പ് നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. മുളകൊക്കെ നന്നായിട്ട് പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനായിട്ടുണ്ട്. പോരാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. ചാറൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ചാറ് വേണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കണ്ട. ഈ മീൻ വെന്ത് വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. അല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും, കൂരാതെ തന്നെ. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ അല്പം എണ്ണ കൂടി ഒഴിച്ചു തരും. ഇതിന് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ മീൻകറി 10 മിനിറ്റിനുള്ളിൽ നമുക്ക് മീൻകറി റെഡിയായി കിട്ടും. ടൈറ്റായിട്ട് അടയ്ക്കുക. 2 ഫിസിൽ. ഇപ്പോൾ നമ്മുടെ കുടംപുളിയിട്ട ഏട്ടക്കറി കുക്കറിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. കുക്കറിൽ വെച്ച കുടംപുളിയിട്ട കറിയാണ്. മുളക് മാത്രമാണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ കമൻറ്റുകൾ. എല്ലാവർക്കും എൻ്റെ നന്ദി.